എന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം, പിന്നെ അവിടുന്ന് വേറെ വല്ലയിടത്തും പോകാം. ഇത് ആ സെയിം കാർഡ് മാത്രം ഒറ്റ മാസം പോവാൻ 14 സെന്റ്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു മാസം 6 യൂറോ എന്താണ്, ഓക്കെ മാക്സിമം നിങ്ങൾ 10 യൂറോ ഒന്നും ഓടിക്കും, 10 ഇല്ല കേട്ടോ, 7 യൂറോ കണ്ടേ ഉള്ളൂ. 700 രൂപയ്ക്ക് ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും കവനാസിന്റെ നഗരവീഥികളിൽ കൂടി പാരേ നമുക്ക് പോകാം. ഇതൊക്കെ നല്ലൊരു കാര്യം. നാട്ടിലൊന്നും ഇത് ഞങ്ങള് കേട്ടിട്ടില്ല. നാട്ടിലൊന്നും ഒരു ഊബറിന് കൊടുക്കണമല്ലോ 350 രൂപ. പിന്നെ നാട്ടിലത്തെ പോലെയൊന്നല്ല ഊബർ. ഇവിടെ ബോൾട്ടൊക്കെ വിളിച്ചാൽ കറക്റ്റ് ടൈമിൽ വരും. അപ്പൊ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളെവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റും. അതെ, പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് സേഫാ നമുക്ക് തോന്നും. ആരും വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. നമ്മളങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ആരും കൂടെ ഒന്നും ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ മാക്സിമം ഇവിടുത്തെ റൂൾസ് പാലിക്കുക, അത്രേ ഉള്ളൂ ചെയ്യും. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇടുന്ന പരിപാടി അതൊന്നും ഇവിടെ നടക്കില്ല. തോന്നുന്നു ഭയങ്കര ക്ലീനാണ്. പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇല്ല. ഇപ്പം നമ്മളൊക്കെ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു മാക്സിമം ലെവൽ ഓഫ് സൗണ്ടേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നെയ്ബേഴ്സ് ഒക്കെ കേസ് കൊടുക്കും. പിന്നെ എന്തിനാ നമ്മള് 2 ദിവസം മുന്നേ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഓൾട്ടോണിന്റെ അവിടെ. നമ്മളെ നാട്ടിലെ ഷൂട്ടിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച ആൾക്കാർ, പക്ഷെ ഇവിടെ ആരുമില്ല. അതിങ്ങനെ സമാധാനത്തില് ഷൂട്ടിംഗ്. ഇവിടെ പ്രധാനമന്ത്രി ഒരു റോഡ് കൂടെ പോയി. ഇവിടുത്തെ പ്രധാനമന്ത്രി ഞാനും വിഷ്ണു സാർ അന്ന് നമ്മുടെ ലൈഫ് സ്പേസിലെ സെന്ററിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ. ഞാൻ സാർ എന്താ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലായിരുന്നു പ്രധാനമന്ത്രി കൂളായിട്ട് നടന്നു പോകുന്നു. അപ്പം ആ ഒരു ലെവൽ ഓഫ് എന്താ പറയുക, എല്ലാവർക്കും ആ ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് ഈ ടെസ് യൂറോപ്പിലും PMTVയിലും സ്റ്റുഡൻസിന് സ്റ്റഡി പർപ്പസിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളും റിയാലിറ്റിയാണ് ഞാൻ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് ബാക്കിയിരിക്കുന്ന ഏജൻസികൾ ആരും എന്നോട് സബ് ഏജൻഷിപ്പ് ചോദിച്ചുകൊണ്ട് വരണ്ട, ഞാൻ തരത്തില്ലാത്ത വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ എന്തൊക്കെ വിളിച്ച് പറയാമെന്നുള്ളത് ഞാൻ കണ്ടു. ഞാനിപ്പോൾ നാട്ടിൽ പോയ സമയത്ത് പല ഏജൻസികളിലും എന്താണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഫ്രൈറ്റനിങ് ഫോർ മീ. ഇറ്റ് വിൽ റൂയിൻ മൈ റെപ്യൂട്ടേഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സബ് ഏജൻഷിപ്പ് ആർക്കും കൊടുക്കത്തില്ല. PMTVയിലേക്കും ടെസ്റ്റിലേക്കും ഡയറക്റ്റ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാനും വിഷ്ണു സാറും കറക്റ്റായിട്ട് അത് ഗൈഡ് ലൈൻസ് തന്നോളും. PR-ന്റെ കേസിനെ പറ്റി സാറ് പറഞ്ഞിരുന്നിട്ടില്ലേ? നമ്മളിപ്പം റിന്യൂ ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര എമൗണ്ട് ഒന്നെങ്കിൽ അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ അത് വർക്ക് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഓപ്ഷൻസ് പറഞ്ഞത്. അതെ, 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിവിടെ നിൽക്കുക. രണ്ടാമത്തെ കേസ് കിട്ടണേ. രണ്ടാമത്തെ കേസ് ഇവിടുത്തെ ഭാഷയുടെ എക്സാം പാസ്സാവണം. ഭാഷ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാവണം. 3 കടമ്പയുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പാസ്സായി പിന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ജോലിയുടെ സർട്ടിഫിക്കറ്റ്, സാലറി ഒക്കെ വെക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഞാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു 16 ലക്ഷം രൂപയൊക്കെ മിനിമം അക്കൗണ്ടിൽ ഇട്ട് കാണിക്കണമായിരുന്നു. എന്നിട്ട് ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പാസ്സായി പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതൊക്കെ പാസ്സായി കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് PR സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എറാസ്മസിന് പോകുന്ന സമയത്ത് ഒരു റെഗുലേഷനും കൂടെ ഉണ്ട്. PR-ന് 5 വർഷമാണ് ഇവിടുത്തെ TRP. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 2 വർഷത്തെ TRP ഉണ്ട്. നിങ്ങളൊരു 2 വർഷം കൂടി ഇവിടെ ജോലിക്ക് നിൽക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ 2 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ 1 വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പം 3 വർഷമായി ഇല്ലേ? പിന്നെ ഒരു 2 വർഷം ഇവിടെ ജോലി ചെയ്യണം. അപ്പം 5 വർഷമായി. ക്ലിയർ ആവുന്നുണ്ടോ? അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പക്ഷേ ഈ 5 വർഷത്തെ ഗ്യാപ്പിൽ 10 മാസത്തിൽ കൂടുതൽ ലിത്വേനിയയിൽ പുറത്ത് പോകരുത്. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറാസ്മസിന് 4 മാസം പോയി, എറാസ്മസ് സ്റ്റഡീസിന്. ഇന്റേൺഷിപ്പിന് നിങ്ങളൊരു 5 മാസം പോയി. അപ്പോൾ 5, 4, 9 മാസമായി. 10 മാസം കൂടുതൽ പോയാൽ എന്തായി? ഇവിടെ PR-ന് കൊടുക്കാൻ എലിജിബിലിറ്റി ഇല്ല. അത് ഓർക്കണം കേട്ടോ. നാട്ടിലത്തെ ഏജൻസികൾ എഴുതിയെടുക്കുമ്പോൾ ഈ പോയിന്റോടെ ഒന്ന് എഴുതിയെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം. PR നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോലിയുടെ ഇതിൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ദയവ് ഇതാരും ടാക്സ് വെട്ടിക്കാവുന്ന, ടാക്സ് അടയ്ക്കാതിരിക്കാവുന്നൊന്നും ചിന്തിക്കരുത്. ടാക്സ് ഒക്കെ അടയ്ക്കാതിരുന്ന് ടാക്സ് വെട്ടിച്ച് ഓവർ ടൈം ഒക്കെ ചെയ്യാൻ പോയ പിള്ളേർക്കൊക്കെ TRP റിന്യൂവലിന് ഇപ്പോൾ കൊടുത്തപ്പോൾ അത് ക്യാൻസലായി തിരിച്ച് ഇന്ത്യക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ടാക്സ് അടയ്ക്കണം, സ്വാതന്ത്ര്യം അടയ്ക്കണം, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, അടയ്ക്കുന്നില്ല, കുട്ടി അടയ്ക്കുന്നുണ്ടല്ലോ, ജോലിക്ക് കയറിയൊന്നും അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പം ടാക്സ്, സ്വാതന്ത്ര്യം ഇതൊക്കെ കറക്റ്റായിട്ട് അടച്ചു വെക്കണം. ഇതിനൊക്കെ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ TRP ഇന്ത്യയിൽ നിന്ന് കിട്ടി ഇവിടെ വരുന്നത് 2 വർഷത്തേക്ക്. 2ാമത്തെ വർഷം കഴിഞ്ഞിട്ട് നിങ്ങളത് റിന്യൂ ചെയ്യണം ഇവിടെ നിന്നുകൊണ്ട്.
റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ TRP റിന്യൂ ചെയ്ത് കിട്ടില്ല, തിരിച്ചു പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ട് ഈ വക ഒരു റിസ്കുകളും ഒരു കുട്ടികളും എടുക്കരുത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്ന കുട്ടികൾക്കും ബാധകമാണ്. നിങ്ങൾക്കും കേൾക്കാൻ താല്പര്യമുണ്ട് കേൾക്കുക. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള കുട്ടികൾ, യു ആർ മോസ്റ്റ് വെൽക്കം. At the same time, you will be able to build a great career, and also you have job possibility opportunities. Plus, you must study the local language. ജനുവരി മാസം മുതൽ അത് കുറേ കൂടി സ്ട്രിക്റ്റ് ആവുകയാണ്, എസ്പെഷ്യലി ബോൾട്ട് വോൾട്ടൊക്കെ ഓടിക്കാനായിട്ട്, അല്ലെങ്കിൽ കൊറിയറിന് വേണ്ടിയൊക്കെ. കാര്യം നിങ്ങൾ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇവിടുത്തെ സിറ്റീസിനുള്ള അവകാശം എന്താണ്? ഞാനൊരു സർവീസ് എടുക്കുകയാണ്, അതായത് എനിക്കൊരു സേവനം വേണം, ആ സേവനം എനിക്ക് എൻ്റെ ഭാഷയിൽ കിട്ടണം, അതിനുള്ള അവകാശം ആർക്കുണ്ട്? എനിക്കുണ്ട്. ഇതാണ് ഇവിടുത്തെ റെഗുലേഷൻ, അത് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളാണെങ്കിലും നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് എല്ലാ അവകാശമുണ്ട്, ഇവർക്കുള്ള അവകാശം ഇത്. അപ്പം നമ്മളിവിടെ ഫോറിനേഴ്സ് സ്റ്റുഡൻസ് വന്നിട്ട് ഇവരുടെ ഭാഷ പറയാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുമ്പോഴത്തേക്ക് അത് ഇവരുടെ അവകാശ നിഷേധമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൈഗ്രേഷൻ റെഗുലേഷൻ ചേഞ്ച് ചെയ്യും, ഉടനെ അത് സാങ്ഷനാകും. ഈ കാര്യവും നാട്ടിലുള്ള ഒരാളും നിങ്ങളോട് പറയാൻ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ദയവീതി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലാംഗ്വേജ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കണം. എങ്ങനെയാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, ഏതൊക്കെ ഫ്രീ പ്രോസസ്സ് ഉണ്ട്, എന്തൊക്കെയുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേറെ എന്തെങ്കിലും എന്നോട് സംശയം ചോദിക്കാനുണ്ടോ സ്റ്റഡി പരമായിട്ട്? ഏറെക്കുറെ ക്ലിയർ ആണ്, ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ചോദിക്കാം. ആയിക്കോട്ടെ. So, okay, my dear students and parents, thank you very much for your time. I wish you guys all the very best, and I'm not really sure that if we are going to meet again very soon. അപ്പോൾ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി മീറ്റിംഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയുക. വരുന്ന പുതിയ കുട്ടികൾക്ക് ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളും പറഞ്ഞു കൊടുക്കാവുള്ളൂ. നമ്മൾക്ക് ഗൈഡൻസ് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പോവുക. പിന്നെ നാഷണലി വേണം നമ്മൾ ചെയ്യാൻ, അതായത് അൺഒഫീഷ്യലി ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, എൻ്റെ സബ് ഏജൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ ഏതോ ഒരു ഏജൻസി, എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അവർക്കെതിരെ പോയില്ല. പക്ഷേ എനിക്ക് സബ് ഏജൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും വിഷ്ണു സാറും ഉള്ളൂ, സബ് ഏജൻറ്റ്സ് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് ഒരാളും പിള്ളേരെ ക്യാൻവാസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ദയവീത് അതെല്ലാവരും ശ്രദ്ധിക്കും. സോ താങ്ക് യു വൺസ് അഗെയിൻ.